നീ എന്തിനാ എന്റെ കസേര കയറി ഇരിക്കുന്നേ? ആ നെയിം ബോർഡ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതെപ്പോഴാ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പൊ അറിഞ്ഞു. ഉണ്ണീട്ടിന് അടുത്തൊരു ക്യാബിൻ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി മുതൽ ഈ കസേരയിൽ ഞാനായിരിക്കും. ഇതാരുടെ തീരുമാനം? എന്റെ. നിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എന്നെയും കണ്ടിട്ടിനെയും അടച്ചാക്ഷേപിച്ചിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുമ്പോ ഇങ്ങനൊരു സീൻ ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാ പെട്ടെന്ന് ഞാനിവിടെ എത്തിയത്. നിന്റെ സാലറിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല, അത് അതേപടി ഉണ്ടാവും. പക്ഷേ അധികാരം ഇനി അത് മഞ്ജുനായിരിക്കും. എന്നെ എല്ലാ അർത്ഥത്തിലും ഇടിച്ചു താഴ്ത്തിയാണല്ലേ? കമ്പനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെയാണ് ആവശ്യം. വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ കെട്ടിപ്പൊക്കുമ്പോ അതിലൊരു ശതമാനം പോലും അഴിമതി ഉണ്ടാവാൻ പാടില്ല. അമിതമായി ലാഭം ഈടാക്കാൻ പാടില്ല. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇടയ്ക്ക് വെച്ച് ചില പേരുദോഷമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മാറ്റിയെടുത്തോണ്ടിരിക്കുക. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാ കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് മഞ്ജു വന്നത്. ഇവൾക്ക് ഇതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? യോഗ്യതയൊക്കെ ഉണ്ടായിക്കോളും. മഞ്ജുവിനെ സഹായിക്കാൻ ബാലേന്ദ്രൻ സാർ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. എന്റെ ജോലിഭാരം കുറയ്ക്കാനാ ഞാൻ മഞ്ജുവിനെ നിയമിച്ചത്. നിന്നെ വിശ്വാസത്തിലെടുത്തോണ്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നിന്നെക്കാളും അഴിമതി വീരനായിരുന്നു നിന്റെ അമ്മാവൻ. അയാള് വീട്ടിലായതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട. അയാൾക്കും കൃത്യമായിട്ട് കൊടുക്കേണ്ട സാലറി കൊടുക്കുന്നുണ്ട്. നീ വെറുതെ ഇരുന്നാലും അത് കിട്ടും. പക്ഷേ ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാക്കി ഉള്ളതും കൂടെ ഇല്ലാതാക്കി കളയരുത്. ഇതിന് നല്ലത് നിങ്ങൾ എന്നെ കൊല്ലുന്നായിരുന്നു. വേറെ ആരും അല്ലല്ലോ ഈ കസേരയിൽ ഇരുത്തിയത്, സ്വന്തം അനിയത്തിയല്ലേ. ഇവളിപ്പോ എന്റെ അനിയത്തി അല്ല. ഒരു ഭൂലോക ഫ്രോഡിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവളും ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. അതെ, ഒരു ഭൂലോക ഫ്രോഡിനെയാ ഞാൻ കല്യാണം കഴിച്ചത്. അവന്റെ ചരിത്രം മനസ്സിലാക്കിയ ശേഷം ഇപ്പൊ ജീവിക്കുന്നത് സ്വഭാവമൊക്കെ മാറ്റി നന്നായ ഒരാളിനൊപ്പോ. നീ ഇനി കൂടുതൽ ഇവിടെ കിടന്ന് സംസാരിച്ചാ ഇപ്പോ നിനക്കായിട്ട് ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്ന ക്യാബിൻ ഉണ്ടല്ലോ, അതിൽ ചിലപ്പോ ഇരിക്കുന്നത് സാഗറായിരിക്കും. അതിനായിട്ടുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുത്. അവനെ എന്നെയും കണ്ണേട്ടനെയും നന്നായിട്ട് ആക്ഷേപിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. കൃത്യസമയത്ത് തന്നെയാ തിരിച്ചടി കൊടുത്തത്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ മഞ്ജു. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്.